ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമ്മൾ കാണാൻ പോകുന്ന കസിൻസ് ആൻഡ് കല്യാണം എന്ന് പറഞ്ഞൊരു മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 7 ആണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, എൻ്റെ ചാനലിലുണ്ട് ഗൈസ്. കാണാത്തവർ തീർച്ചയായും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് 2014 അനൂപണന കല്യാണത്തിന് എല്ലാവരും ഒരുമിച്ച് വരുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളെ ബിസി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ചന്തു ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു കടയിൽ കയറി വാട്ടർമെലോൺ ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ്. അതേ സമയത്ത് വേറൊരു പെണ്ണും അവിടേക്ക് വന്ന് അവളും വാട്ടർമെലോൺ ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ്. കടക്കാരന് ഇപ്പോൾ ആ ഒരു ജ്യൂസ് കൊടുത്തപ്പോഴേക്കും ആ ഒരു പെണ്ണെടുത്ത് കുടിക്കുകയാണ്. ഇത് കണ്ട ചന്തുവും പറയുകയാണ്, അതെൻ്റെ ജ്യൂസാണ്, നിങ്ങൾക്ക് വേറെ തരുമെന്ന് പറഞ്ഞാൽ അവൻ ആ ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചന്തും ആ ഒരു പെണ്ണും കൂടെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പെണ്ണും ഇപ്പോൾ ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ്. ചന്തു ഇപ്പം നമ്മുടെ അനൂപണന്റെ വീട് അന്വേഷിച്ച് അങ്ങോട്ട് വരികയാണ്. വരുന്ന വരി അവിടെ രണ്ടുപേര് ഇരുന്ന് ബൾബ് ഇടുന്നത് നമ്മുടെ ചന്തു കാണുകയാണ്. ചന്തും അവരോട് പറയുകയാണ്, ഇങ്ങനെയൊന്നും അല്ല ബൾബ് ഇടുന്നത്, ഇങ്ങനെ ഇട്ട ലൈറ്റ് എല്ലാം അടിച്ചു പോകുന്നു. അവരെ തന്നെ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ട പണിക്കാരും പറയുകയാണ്, അങ്ങനെയാണ് നീ ഇടാന്നും പറഞ്ഞാൽ അവരെല്ലാവരും പോവുകയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ചന്തു പെട്ടെന്ന് മനസ്സിലായി അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വീടിനുള്ളിലോട്ട് വരികയാണ്. അങ്ങനെ അവരെ ബന്ധുക്കാരെ എല്ലാം കണ്ട് പരിചയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മേഘ വരികയാണ്. ചന്തു ഇപ്പം മേഘ എടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ഇപ്പം മേഘ ചന്തുവിൻ്റെ മുറി കാണിക്കാൻ വേണ്ടി അവനെ വിളിച്ചുകൊണ്ട് മേളിലോട്ട് പോവുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് അശ്വതിയും വരികയാണ്. ഇപ്പം മേഘയും ചന്തുവിനോട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇനി അടി ഉണ്ടാക്കലെന്ന് അവരോട് പറയുകയാണ്. ഇത് കേട്ട ചന്തുവും പറയുകയാണ്, ഞങ്ങൾ നിന്റെ പ്രായമൊന്നുമല്ല, ഞങ്ങൾ വളർന്ന്, നീ ഇപ്പം പോകാൻ മേഘയോട് പറയുകയാണ്. അങ്ങനെ മേഘയും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ചന്തു അശ്വതിയും കൂടെ ചെറിയ കാര്യത്തിന് വീണ്ടും വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ താഴെയിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ മേഘയുടെ മാമ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചന്തുവിനോട് പറയുകയാണ്, ഞാൻ പുറത്തു പോയിട്ട് വരുന്നതിന് മുമ്പ് നീ ലൈറ്റെല്ലാം ഇടണമെന്ന് അവനോട് പറയുകയാണ്. മേഘ ഇപ്പം അവനോട് പറയുകയാണ്, മാമനെ എല്ലാവർക്കും പേടിയാണ്, മാമനെ കരടി എന്നാണ് വിളിക്കുന്നതെന്ന് ചന്തുവിനോട് പറയുകയാണ്. ചന്തുവിന് ഇതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ ചന്തു ഇപ്പം സംസ്കൃതി എടുത്തോട്ട് പോവുകയാണ്. അവൾ അവിടെ മെഡിറ്റേഷൻ യോഗയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം ചന്തു സംസ്കൃതി എടുത്ത് പറയുകയാണ്, നീ ലൈറ്റ് ഇടാൻ സഹായിക്കണമെന്ന് അവളോട് പറയുകയാണ്. സംസ്കൃതിയും പറയുകയാണ്, സഹായിക്കാമെന്ന് അവനോട് പറയുകയാണ്. അടുത്ത് നമ്മുടെ ചന്തു ഇപ്പം തീ എടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ഈ കാര്യമെല്ലാം അവളോടും പറയുകയാണ്. അവളും സഹായിക്കാമെന്നും പറഞ്ഞ് അവരെല്ലാവരെയും കൂട്ടി അവൻ വരികയാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെറ്റ് ബൾബ് കൊടുത്തിട്ട് ഓരോ സൈഡിലോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കുറച്ച് നേരം സഹായിച്ചിട്ട് ഓരോ റീസൺ പറഞ്ഞ് എല്ലാവരും പോവുകയാണ്. അവസാനം ചന്തുവും ദിയെ മാത്രം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചന്തുവും ദിയെ ഒറ്റയ്ക്കിരുന്ന് അതെല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പോൾ സ്വിച്ച് ഇടാനോട്ട് പോവുകയാണ്. സ്വിച്ച് ഇട്ടപ്പോഴേക്കും ഒരു സൈഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റും കത്തുകയാണ്. ചന്തു ഇപ്പോൾ ആ ഒരു സൈഡിൽ ലൈറ്റ് എല്ലാം കൂടെ ഊരിയിട്ട് ഇപ്പം നമ്മുടെ ദിയുടെ ദേഹത്തോട്ട് ഇടുകയാണ്. എന്നിട്ട് ആ സ്വിച്ച് ഇടുകയാണ്. ആ ഒരു സമയത്ത് ആ ലൈറ്റും കത്തുകയാണ്. അങ്ങനെ അവൾ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തേക്ക് അവിടേക്ക് മനുവും വരികയാണ്. ഇതോടുകൂടി ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.